എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആൽഫബറ്റ്സ് വെച്ചിട്ട് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഫുൾഫിൽമെൻറ്റിലെത്താൻ ഒരുപാട് തടസ്സങ്ങൾ ഉള്ളതായിട്ട് ഒബ്സ്റ്റേക്കിൾസ് എന്തൊക്കെയാണെന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഒബ്സ്റ്റക്കിൾസ് തുടർച്ചയായിട്ട് തന്നെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ ആൽഫബറ്റ് വെച്ചിട്ട് അവർ ഫേസ് ചെയ്യുന്ന ഒബ്സ്റ്റക്കിൾസ് എത്രത്തോളം മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ മാറാൻ സാധ്യതയുണ്ടെന്ന് നോക്കിയാലോ ഇന്ന് അല്ലേ? വേഗത്തിൽ ഈ ഒബ്സ്റ്റക്കിൾ മാറി ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റും, ഇവരെന്തെങ്കിലും ആക്ഷൻ എടുക്കണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ? അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങനെ നോക്കാം. ഒബ്സ്റ്റക്കിൾസ് മാറിയിട്ടുണ്ടോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെന്ന് നമുക്ക് നന്നായിട്ട് തന്നെ അറിയാമായിരുന്നു. ഓക്കെ, ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. എന്ത് നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും അത് ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് എടുക്കാതെ കാഷ്വലായിട്ട് എടുക്കുക. നമുക്കൊരു പേഴ്സണൽ റീഡിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സാക്റ്റ് സിറ്റുവേഷൻ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ ഇന്നലത്തെ ലൈവ് വളരെ നല്ലതായിരുന്നു. അത്രയും ഒരു ഹെക്റ്റിക് ആയില്ല. 2.5 hours ഉണ്ടായിരുന്നു നമുക്ക് ലൈവ്. എന്നാലും എല്ലാവരും വളരെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്, വളരെ പ്രോപ്പറായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പോയത്. ഒരുപാട് പേരുടെ എനിക്ക് നോക്കാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു 100 മെസ്സേജസിൽ കൂടുതൽ താഴെ കിടക്കണ്ടായിരുന്നു, എനിക്ക് നോക്കാൻ പറ്റിയില്ല. അതിൻ്റെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറച്ച് തിരക്കിൽ പെട്ടിട്ട് എനിക്ക് പോകേണ്ടി വന്നു. 2.5 hours ആയി ഞാൻ എക്സോസ്റ്റഡുമായി. അപ്പോൾ എനർജി ഡ്രെയിനായി തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒത്തിരി കണ്ടിന്യൂസ് ആയിട്ട്, കാരണം ചെയ്തിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ ഫുൾ എനർജിയിൽ ഇരുന്നാലേ നമ്മൾ നോക്കിയിരുന്നത് ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് ഉടനെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ലൈവ് വീണ്ടും ചെയ്യാം കേട്ടോ. ആസ് യൂഷ്വൽ നമ്മുടെ മെമ്പേഴ്സിൻ്റെ ലൈവ് ഉണ്ട്. ഓക്കെ, അപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി ഫ്രീ ആവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉടനെ നെക്സ്റ്റ് വീക്കിൽ ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും സബ്സ്ക്രൈബേഴ്സിൻ്റെ ലൈവ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം കയറാൻ പറ്റാത്തവർക്ക് രണ്ടാമത്തെ ദിവസം കയറാമല്ലോ. ഓക്കെ, പ്രസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് അന്നേരം അറിഞ്ഞേ തീരുമെന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ചാറ്റ് ഇടുന്ന അവിടെ സൂപ്പർ ചാറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ. സൂപ്പർ താങ്ക്സ് അല്ല നിങ്ങൾ എടുക്കേണ്ടത്, സൂപ്പർ ചാറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾ ചെറിയ പേയ്മെൻറ്റ്, എനിക്കറിയില്ല കേട്ടോ എത്രയാണെന്ന് സൂപ്പർ ചാറ്റിൻ്റെ, അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റ് എനിക്ക് ഹൈലൈറ്റഡ് ആയിട്ട് കാണും. ബ്ലൂ കളറിൽ ഹൈലൈറ്റഡ് ആയിട്ട് വരും. അപ്പോൾ എനിക്ക് നിങ്ങളുടെ നോക്കിയിട്ട് ആൻസർ പറയാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പോൾ തുടങ്ങാം. നമുക്ക് കൂടുതൽ സംസാരിച്ച സമയം കളയുന്നില്ല, തുടങ്ങാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേര് ABCDEF എന്ന് തുടങ്ങിയ അക്ഷരങ്ങളിൽ തുടങ്ങുന്നതാണ് എനിക്ക് കാണിച്ചത്. ഇവരുടെ റിലേഷൻഷിപ്പിൽ മുന്നേ നോക്കിയപ്പോൾ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് കണ്ടിരുന്നു. ആ ഒബ്സ്റ്റക്കിൾസ് മാറാൻ സമയമായോ? ഇപ്പോൾ എന്ത് മാറ്റമാണ് ഒബ്സ്റ്റക്കിൾസിൽ വന്നിരിക്കുന്നത് ഒന്ന് പറഞ്ഞു തരൂ. മാറ്റം വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ എന്ത് തരം മാറ്റമാണ് വന്നിരിക്കുന്നത് എന്ന് കാണിച്ചു തരൂ. എന്തെങ്കിലും ആക്ഷൻ ഇവരുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ഒബ്സ്റ്റക്കിൾ മാറാൻ വേണ്ടി ഉണ്ടാവുന്നുണ്ടോ? വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പ്, അവരുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് കണ്ടിരുന്നു, തടസ്സങ്ങൾ കണ്ടിരുന്നു ഡിവൈൻ. ആ ഒബ്സ്റ്റക്കിൾസ് മാറി വരുന്നുണ്ടോ? ഒബ്സ്റ്റക്കിൾസിൻ്റെ സ്ഥിതി ഇപ്പോൾ എന്താണ് എന്ന് കാണിച്ചു തരൂ പ്ലീസ്. നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ABCDEF. ഓക്കെ, 5 of Pentacles. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. ജസ്റ്റിസ്, Queen of Cups, the World, Four of Cups, Chariot, Four of Wands. Bottom of the deck വന്നിട്ട് Page of Wands.
ഓക്കെ, ഒബ്സ്റ്റക്കിൾസിൽ എപ്പോഴും കാണുന്ന പോലത്തെ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. അതായത് 5 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് കുറേ പേർക്കെങ്കിലും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ജസ്റ്റിസ് വെച്ചിട്ട് കുറേ പേർക്ക് കോർട്ട് കേസ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒബ്സ്റ്റക്കിൾസ് എന്താണ് എന്നാണ് ആദ്യം കാണിച്ചു തരുന്നത്. ചിലർക്ക് ഇമോഷണലി അവർ ഒരു ഭാഗത്ത് സ്റ്റക്കായിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ചിലർക്ക് ലോങ് ഡിസ്റ്റൻസ് ആണ് പ്രശ്നം. ലോങ് ഡിസ്റ്റൻസ് മൂലം ഒരു മിസ്സിങ് എനർജിയിൽ ഇരിക്കുന്നതൊക്കെ ആയിട്ടാണ് കാണുന്നത്. ചിലർ അവരുടെ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഫിയർ ഓഫ് റിജക്ഷൻ. നിങ്ങൾ അവരുടെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ നിങ്ങൾ അവരുടെ ഓഫർ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള, തള്ളിക്കളയുമോ എന്നുള്ള പേടി, അതും ഒരു കാരണമാണ്. ഓക്കെ, അതേപോലെ ലോങ് ഡിസ്റ്റൻസ്, ചിലർ വളരെ മാനിപ്പുലേറ്റീവായിട്ട് നിങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവരുടെ മനസ്സ് പിടികിട്ടില്ല അങ്ങനെ. ഓക്കെ, ഇത് എന്താണ് ഇവർ ചിന്തിക്കുന്നതെന്ന് പിടികിട്ടാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലർ വളരെ കാര്യമായിട്ട് തന്നെ ഒരു പ്രപ്പോസലുമായിട്ട് മുന്നോട്ട് വരുന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. അവിടെ തടസ്സങ്ങൾ മാറിയതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ഒക്കെ വരുന്നതായിട്ടും കാണുന്നുണ്ട്. രാശികൾ ജനറലായിട്ട് ഞാൻ പറയാം. പേജ് ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങളിൽ പലർക്കും ഈ പറഞ്ഞ ഒബ്സ്റ്റക്കിൾസിൽ പെട്ട് കിടക്കുന്ന പലർക്കും മെസ്സേജസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്, കോണ്ടാക്റ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പെൻറ്റക്കിൾസ് വെച്ചിട്ട് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, ഋഷഭം പറയുമ്പോൾ ഇടവം. ജസ്റ്റിസ് വെച്ചിട്ട് ലിബ്ര, തുല രാശിക്കാർ കുറേ കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ചാരിയറ്റ് വെച്ചിട്ട് ക്യാൻസർ, കർക്കിടക രാശിക്കാരും കുറേ അധികം കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. കപ്സ് കുറേ കൂടുതലായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ വോൺസിൻ്റെ എനർജി ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ഇത്രയും ഗ്രൂപ്പുകാരാണ് ഇതിൽ കണക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. എല്ലാം ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. ഡിവൈൻ, why is 5 of Pentacles here? Tell me why is 5 of Pentacles here? അവിടെ ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉള്ളവരുടെ ഒബ്സ്റ്റക്കിൾ മാറിയിട്ടുണ്ടോ, ഇവരുടെ അടുത്ത ആക്ഷൻ എന്താണ് എന്നൊന്ന് കാണിച്ചു തരൂ. ഫൈനാൻഷ്യൽ ഒബ്സ്റ്റക്കിൾ ഉള്ളവർക്ക്, ഫൈനാൻഷ്യൽ തടസ്സങ്ങൾ ഉള്ളവർക്ക് ഒബ്സ്റ്റക്കിൾ മാറിയിട്ടുണ്ടോ, അടുത്ത ആക്ഷൻ എന്തെങ്കിലും വരാൻ സാധ്യത ഉണ്ടോ അവരുടെ അടുത്ത് നിന്നൊന്ന് കാണിച്ചു തരൂ പ്ലീസ്. ഫൈനാൻഷ്യൽ ഒബ്സ്റ്റക്കിൾ ഉള്ളവർ 3 ഓഫ് കപ്സും പേജ് ഓഫ് വോൺസും ആണ് വന്നത്. പേജ് ഓഫ് വോൺസ് സെക്കൻഡ് ടൈമാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളുമായിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവർ വരുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരു റീയൂണിയൻ അവിടെ കാണുന്നുണ്ട് കേട്ടോ. ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉള്ളവർക്ക് ഇവരെ ഒരു ഫൈനൽ കമ്മിറ്റ്മെൻറ്റ് തരാനാണോ വരുന്നതെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ നിങ്ങളെ കാണും, സംസാരിക്കും, നിങ്ങൾ കുറച്ച് ടൈം ഒന്നിച്ച് സ്പെൻഡ് ചെയ്യും. ഒരു പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ തമ്മിൽ കാണുന്ന സമയത്ത് മറ്റ് ആൾക്കാരും കൂടെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ലി ആയിട്ട് കാണും, സംസാരിക്കും, നല്ല രീതിയിൽ സംസാരിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. പ്രോഗ്രസ് ഒബ്സ്റ്റക്കിൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയോ എന്ന് ചോദിച്ചാൽ അതും കൂടി നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഒബ്സ്റ്റക്കിൾ മാറിയിട്ടുണ്ടോ? ഡിവൈൻ, ഗിവ് മീ എൻ യെസ് ഓർ നോ ആൻസർ. ഒബ്സ്റ്റക്കിൾ മാറിയിട്ടുണ്ടോ? ഗിവ് മീ എൻ യെസ് ഓർ നോ ആൻസർ. ഒബ്സ്റ്റക്കിൾ മാറിയിട്ടാണോ ഇവർ വരുന്നത്? ഇല്ല. റെസ്പോൺസിബിലിറ്റീസ് അവിടെ കാണുന്നുണ്ട് കേട്ടോ. റെസ്പോൺസിബിലിറ്റീസ് അവിടെ കാണുന്നുണ്ട്. പക്ഷേ അവർ നിങ്ങളെ വിട്ടിട്ടില്ല മനസ്സിൽ നിന്നുള്ളതിൻ്റെ പ്രൂഫാണ് നിങ്ങളെ കാണാൻ വരുന്നതും നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതും കേട്ടോ. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. തുടർച്ചയായിട്ട് ഈ ഒരു ഫൈനാൻഷ്യൽ ഇഷ്യൂ മൂലം നിങ്ങളെ വിട്ട് ഇരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുമായിട്ട് ഒരു എന്താ പറയുക, കമ്മ്യൂണിക്കേഷനിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അവിടെ നിന്ന് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, അടുത്തത് ജസ്റ്റിസ്. കേസ് നടക്കുന്നവരാണെങ്കിൽ ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഡൈവേഴ്സ് കേസൊക്കെ നടക്കുകയാണെങ്കിൽ ആ ഒബ്സ്റ്റക്കിൾ മാറിയിട്ടുണ്ടോ? കേസ് നടക്കുന്നവർക്ക് ഒബ്സ്റ്റക്കിൾ മാറിയിട്ടുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള കേസ് നടക്കുന്ന കേസുകൾ മൂലമാണ്, കോർട്ട് കേസസ് മൂലമാണ് ഇതൊരു ഒബ്സ്റ്റക്കിളായിട്ട് ഇവർ എടുത്തിരിക്കുന്നെങ്കിൽ ആ തടസ്സം മാറിയിട്ടുണ്ടോ ഒന്ന് പറഞ്ഞു തരൂ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവിടെ?
അവിടെ അത് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കോർട്ട് കേസ് ഫൈനലൈസ് ആയിട്ടില്ല, കാരണം ഇവർ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും, കാരണം നിങ്ങളെ അവർ മറന്നിട്ടൊന്നുമില്ല. ഓക്കെ, കാരണം നിങ്ങൾ അവരുടെ ലൈഫിലുള്ള എംപ്രസ് സാന്നിധ്യമാണെന്ന് ഇവരിപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു കേട്ടോ. അവിടെ ഇവർ ഈ കേസിൻ്റെ ഒരു തീരുമാനമായി കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും. അവർ മുന്നോട്ട് വരണം നിങ്ങളുടെ അടുത്തേക്ക് എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കോർട്ട് കേസിൻ്റെ ഒരു ടെൻഷൻ മാത്രമേ അവിടെ കാണുന്നുള്ളൂ കേട്ടോ. കേസ് ഒന്ന് സെറ്റിലായി കഴിഞ്ഞാൽ മുന്നോട്ട് വരാൻ തന്നെയാണ് ഇവരുടെ പരിപാടി. ഓക്കെ, ടോറസ് രാശിക്കാരെ കുറെ കൂടുതലായിട്ട്, ഇടവ രാശിക്കാരെ ഒരുപാടായിട്ട് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ജസ്റ്റിസ് ഞാൻ ആദ്യമേ പറഞ്ഞു. ലിബ്ര, തുലാ രാശിക്കാരും കുറെ കൂടുതലായിട്ട് ഇതിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ് കാണുന്നത്. അറ്റ് പ്രസൻറ്റ് കോർട്ട് കേസ് തീർന്നോ? ഡിവൈൻ ഗിവ് മീ എൻ എസ് ഓർ നോ കാർഡ്. കോർട്ട് കേസ് തീർന്നോ? എസ് ഓർ നോ കാർഡ് തരും. ഒരു പോസിറ്റീവ് ഓർ നെഗറ്റീവ് കാർഡ് തരും. കേസ് നടക്കുകയാണോ? തീർന്നോ? കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കേസിന് സെറ്റിൽമെൻ്റ് ആയിട്ടില്ല. അതിൻ്റെ ഒരു കൺഫ്യൂഷനാണ് അവർക്ക്. നിങ്ങളെ പ്രതി യാതൊരു കൺഫ്യൂഷനും ഇല്ല. നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം എന്നുള്ളതിനെ പറ്റിയിട്ട് അവർക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഈ രാശി വിട്ടേക്കൂ. രാശി ഇല്ലാതെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു കോർട്ട് കേസ് നടക്കുകയാണെങ്കിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ രാശി പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ രാശിക്കാർ മാത്രമേ ഇങ്ങനെ പ്രതികരിക്കുമെന്നില്ല. നിങ്ങളുടെ ഈ പറഞ്ഞ രാശിയിലൊന്നും അല്ല നിങ്ങളുടെ പേഴ്സൺ എന്ന് തന്നെ ഇരിക്കട്ടെ. അവരുടെ പേരിൽ അവരുടെ ഒരു കോർട്ട് കേസ് നടക്കുന്നുണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ ഇപ്പോൾ കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിൽ, കൺഫ്യൂഷൻ അല്ല, അവിടെ കോർട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ആർഗ്യുമെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സെറ്റിൽമെൻറ്റ് കഴിയുമ്പോൾ അവർ നിങ്ങളെ അടുത്തേക്ക് വരും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. അവിടെ കോർട്ട് കേസ് നടക്കുന്നവർ അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, ഇനി ക്വീൻ ഓഫ് കപ്സ്. ഇമോഷണൽ ഇംബാലൻസ് മൂലമാണ് ഇവർ വരാതിരിക്കുന്നതെങ്കിൽ, ഇമോഷണൽ ഇംബാലൻസ് ആയിരുന്നു എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പ്രശ്നമെങ്കിൽ ആ തടസ്സം മാറിയിട്ടുണ്ടോ? ഇമോഷണൽ ഇംബാലൻസ് ആണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പ്രശ്നം, എൻ്റെ വ്യൂവേഴ്സിൻ്റെ അല്ലെങ്കിൽ അവരുടെ പേഴ്സൻ്റെ പ്രശ്നമെങ്കിൽ ആ തടസ്സം മാറിയിട്ടുണ്ടോ ഡിവൈൻ? ഓക്കെ, മാറിയിട്ടുണ്ട് കേട്ടോ. ഇമോഷണൽ പ്രോബ്ലം ആയിരുന്നെങ്കിൽ, ഇമോഷണലി അതായത് കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇവർ നിങ്ങളുടെ കാര്യത്തിൽ. ഓക്കെ, മുന്നോട്ട് പോകണോ പുറകോട്ട് പോകണോ, നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കും എന്നൊക്കെ ഓർത്തിട്ടുള്ള ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടല്ലോ, അങ്ങനെ സഫർ ചെയ്തുകൊണ്ടിരുന്നവരാണെങ്കിൽ അവർക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അവർ ഡിറ്റർമിൻഡ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. പോസിറ്റിവിറ്റിയോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ക്യാൻസർ, കർക്കിടക രാശിക്കാർ, ചിങ്ങ രാശിക്കാർ വളരെ കൂടുതലായിട്ട് ഇതിൽ കണക്റ്റ് ആയിട്ടുണ്ട്. രാശി പറയുമ്പോൾ ആ രീതിയിൽ എടുത്താൽ മതി. കൂടുതലായും ഈ രാശിക്കാരാണ്, മറ്റു രാശിക്കാരില്ല എന്നവിടെ അർത്ഥമില്ല. ഓക്കെ, വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ആയിരിക്കാൻ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ യൂണിഫോംഡ് ജോബിലൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ കണക്ഷൻ പറയുന്നത് നിങ്ങൾക്കതൊന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ നിങ്ങളുടെ പേഴ്സണ് യൂണിഫോം ജോബ് ഉണ്ടോ അല്ല നിങ്ങൾക്ക് യൂണിഫോം ജോബ് ഉണ്ടോ എന്നുള്ളത് അവിടെ ഒരു വിഷയമല്ല. ഒരു ക്ലാരിറ്റി, കുറച്ച് കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ യൂണിഫോംഡ് ജോബിലല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവാം, അങ്ങനെ ആവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇവിടുത്തെ തടസ്സം പൂർണ്ണമായും മാറിയോ എന്നൊന്ന് കാണിച്ചു തരൂ ഡിവൈൻ. എനിക്കൊരു പോസിറ്റീവോ നെഗറ്റീവ് കാർഡ് തരൂ. ഇവിടുത്തെ തടസ്സം പൂർണ്ണമായും മാറിയോ എന്നാണ് എനിക്കറിയേണ്ടത്. മാറിയിട്ടുണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അതൊരു എസ് കാർഡാണ്. പൂർണ്ണമായിട്ടും തടസ്സം മാറിയിട്ടുണ്ട് എന്നാണ് ഡിവൈൻ പറയുന്നത്. ഓക്കെ, അടുത്തത് ലോങ് ഡിസ്റ്റൻസിലുള്ളവർക്ക്, ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു അവിടെ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നമെങ്കിൽ അതുമൂലം ഇവർ ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു. ലോങ് ഡിസ്റ്റൻസിലായതുകൊണ്ട് വർക്കൗട്ട് ആവില്ല എന്നൊക്കെ വിചാരിച്ച് മിണ്ടാതിരിക്കുന്നവരാണെങ്കിൽ അതിനെന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിൻ്റെ പ്രശ്നം മൂലം ഇവരുമായിട്ട് നോ കോണ്ടാക്റ്റിലൊക്കെയാണ്. അങ്ങനെ ആണെങ്കിൽ ആ തടസ്സം മാറിയിട്ടുണ്ടോ? ആ തടസ്സം മാറി
എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഇവരുടെ അടുത്തേക്ക് വരുമോ? ആ തടസ്സം മാറിയിട്ടുണ്ടോ? വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് 7 ഓഫ് സ്വാർഡ്സ്. ആ ഒരു അവിടെ തടസ്സം മാറിയിട്ടില്ല. ഓക്കെ, ആ ലോങ് ഡിസ്റ്റൻസിൻ്റെ പ്രശ്നം അത് അവിടെ തന്നെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഈ ലോങ് ഡിസ്റ്റൻസ് മൂലം ഇവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ലൂപ്പ് ഓഫ് ഇവൻ്റ് ഞാൻ 2-3 ദിവസമായിട്ട് ഈ കാർഡ്സ് ഒന്നിച്ച് വരുന്നുണ്ട്. വേൾഡും വീൽ ഓഫ് ഫോർച്യൂണും ഒന്നിച്ച് വരുന്നുണ്ട്. അത് രണ്ടും എന്താണ്, ഒരു വട്ടമാണ്, അല്ലെ ഒരു സർക്കിളാണ്. അപ്പോൾ എന്താണ്, ഈ ഇവൻ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതായിട്ടാണ്. നിങ്ങൾ വരും കാണും പോകും, വരും കാണും പോകും, ഒന്നും സംസാരിക്കുന്നില്ല, മനസ്സിലുള്ളത് ഒളിച്ചു വെക്കുന്നു എന്നുള്ളതാണ് അവിടെ കാണുന്ന. പ്രോബബ്ലി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കണം. എന്തുകൊണ്ടാണ് ഇവരുടെ മനസ്സിലുള്ളത് തുറന്നു പറയാത്തത്? എന്തുകൊണ്ടാണ് തുറന്നു പറയാത്തത്? സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണം കാണണമല്ലോ. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ടായിരിക്കണം. ഡിസ്റ്റൻസ് മാത്രം ഒരു ഇഷ്യൂ ആയിട്ട് വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇത് മനസ്സിലുള്ളത് ഒളിപ്പിച്ച് വെക്കുകയാണ്, ഫീലിങ്സ് ഒളിപ്പിച്ച് വെക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ലൂപ്പ് ഓഫ് ഇവൻറ്റ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ വരും കാണും സംസാരിക്കും തിരിച്ചു പോകും, വരും കാണും സംസാരിക്കും തിരിച്ചു പോകും. പക്ഷേ ഉള്ളിലുള്ളത് തുറന്നു പറയുന്നില്ല. ഓക്കെ, സെൽഫ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് രണ്ടുപേരും ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ സിറ്റുവേഷൻ അവിടെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടോ. ക്ലാരിഫൈ 4 ഓഫ് കപ്സ്, ക്ലാരിഫൈ 4 ഓഫ് കപ്സ്, ക്ലാരിഫൈ 4 ഓഫ് കപ്സ്. ഫിയർ ഓഫ് റിജക്ഷൻ ആണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണെ തടയുന്നെങ്കിൽ ആ തടസ്സം മാറിയിട്ടുണ്ടോ ഡിവൈൻ? യെസ്, 6 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 9 ഓഫ് കപ്സ്. 9 ഓഫ് കപ്സ് എന്താണ്? വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. റിജക്ഷൻ്റെ ഫിയർ മൂലമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരാതിരുന്നതെങ്കിൽ അവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കും അവരോട് സ്നേഹമാണ്, അതായത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്താൻ അവർ റെഡിയാണ് എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ഓക്കെ, അവിടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിനുള്ള ചാൻസസ് വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തടസ്സം പൂർണ്ണമായി മാറിയോ ഡിവൈൻ? ഗിവ് മീ എ സോൾ നോക്കാൻ. തടസ്സം പൂർണ്ണമായി മാറിയോ എന്ന് പറഞ്ഞു തരൂ. അവിടെ ഓൾറെഡി എനിക്ക് ആൻസർ കിട്ടി. എസ് തന്നെയാണത്, എനിക്ക് ഡൗട്ടൊന്നുമില്ല. എന്നാലും ഒരു ഇതിന് വേണ്ടി, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് 2 ഓഫ് കപ്സ് ആണ് കിട്ടിയത്. യെസ്, ഇതിൽ കൂടുതൽ എന്ത് കൺഫർമേഷനാണ് വേണ്ടത് അല്ലേ? നിങ്ങൾ തമ്മിൽ കാണും, അവരൊരു പ്രപ്പോസലൊക്കെ തരും നിങ്ങൾക്ക് കേട്ടോ. ഇതിനകത്ത് രാശികൾ പറയാം. കപ്സ് ഏറ്റവും കൂടുതലായിട്ട് കണക്റ്റ് ആയിരിക്കുകയാണേ. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. അതേപോലെ പെൻറ്റക്കിൾസ് ഉണ്ട്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. നേരത്തെ ഇതിൽ സ്പോർട്സിൻ്റെ സാവട്ടാജിൻ്റെ വന്നില്ലേ അവിടെ. ഓക്കെ, സ്പോർട്സും വോൺസും. ലിബ്ര, ജമുന, എക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചിട്ട് എല്ലാ രാശിയും തന്നെ ഉണ്ട് അതിൽ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയാതിരുന്നത്. എന്തായാലും ബാക്കിയെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് അതും പറയാം. ഓക്കെ, ഇനി ചാരിയറ്റ് വെച്ചിട്ട്, ഇവർ മാനിപ്പുലേറ്റീവ് എനർജിയിലായിരുന്നെങ്കിൽ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഒരു മാനിപ്പുലേറ്റീവ് എനർജിയിലായിരുന്നെങ്കിൽ ഡിവൈൻ എന്തെങ്കിലും മാറ്റം ഇവരുടെ കാര്യത്തിൽ വന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഓബ്സ്റ്റക്കിൾ മാറി വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഇവരെ ഒരു മാനിപ്പുലേറ്റീവ് എനർജിയിലാണ് വെച്ചിരുന്നതെങ്കിൽ എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ? ഏസ് ഓഫ് കപ്സ് ആൻഡ് ജഡ്ജ്മെൻറ്റ്. ഓക്കെ, അതായത് ഇവർക്ക് ഒരു ലെസൺ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ പറ്റിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവർ, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ്, സത്യങ്ങൾ മുഴുവൻ തുറന്ന് പറയാതെയാണ് ഇവർ നിങ്ങളുടെ അടുത്ത് കണക്റ്റഡ് ആയിരുന്നെങ്കിൽ ഡിവൈൻ അവർക്ക് ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ആ പാഠം പഠിച്ചത് മൂലം ഇവർക്ക് സത്യത്തിൽ നിങ്ങളോടിപ്പോൾ സ്നേഹമാണ്. ഒരു പോസിറ്റീവ് എനർജിയിലൊക്കെ അവർ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവർക്ക് മനസ്സ് നിറയെ സ്നേഹമാണ് ഇപ്പോൾ നിങ്ങളോട്. അവർക്ക് തിരിച്ചറിവുണ്ടായിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ യൂണിഫോംഡ് ജോബിലായിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ.
കൂടുതലായിട്ടും നിങ്ങളുമായിരിക്കാം. ഓക്കെ. ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് ലിബ്ര തുലാ രാശിക്കാരും കുറേ കൂടുതലായിട്ടുണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ക്യാൻസർ ചാരിറ്റ് വെച്ചിട്ട് ക്യാൻസർ, കർക്കിടക രാശി. ഓക്കെ, ഇത്രയും ഇതാണ്. ഈ തടസ്സം മുഴുവനായിട്ട് മാറിയോ? അവരുടെ മനസ്സ് ക്ലിയർ ആയോ? ഈ തടസ്സം മുഴുവനായിട്ട് മാറിയോ? അവരുടെ മനസ്സ് ക്ലിയർ ആയിട്ടുണ്ട്. എസ് കാർഡാണ് വന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഗ്രൂപ്പുകാർ അവിടെ തടസ്സങ്ങളില്ല എന്നാണ് കാണിക്കുന്നത്. ഓൾറെഡി നിങ്ങളൊരു ഹാർമോണിയസ് റിലേഷൻഷിപ്പിലായിരുന്നിരിക്കണം. തടസ്സം ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ സ്നേഹത്തിന് യാതൊരു കുറവൊന്നുമില്ല. തടസ്സം ഒരു പക്ഷേ ഫാമിലിയോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നിരിക്കണം അവിടെ കേട്ടോ. കാരണം നിങ്ങൾ ഒന്നിക്കണം എന്ന് നിങ്ങൾ ഓൾറെഡി തീരുമാനിച്ചിരുന്നു. ഇത് 4 ഓഫ് വോൺസിൻ എനർജി അവിടെ കാണുന്നുണ്ട് ഡിവൈൻ. എനിക്ക് അതിനൊരു ക്ലാരിറ്റി തരൂ. ഇവിടെ തടസ്സം എന്തായിരുന്നു? ആ തടസ്സം മാറിയിട്ടുണ്ടോ? ലോങ് ഡിസ്റ്റൻസും വീട്ടിൽ ഉള്ള എതിർപ്പും ആയിരുന്നു അവിടെ തടസ്സമെങ്കിൽ ഓക്കെ, ആ തടസ്സം മാറുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. പ്രത്യേകിച്ച് അമ്മയുടെ അടുത്തു നിന്നുള്ള അമ്മ എതിര് നിൽക്കുന്നതായിട്ടുള്ള കേസുകൾ അങ്ങനെയുണ്ട്. ലോങ് ഡിസ്റ്റൻസിലുമാണ് നിങ്ങൾ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഉള്ളവർക്കാണെങ്കിൽ അവിടെ ഒരു നല്ല മാറ്റം വന്ന് അതൊരു മാരേജിൽ കലാശിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. മീന രാശിക്കാർ ഏറ്റവും കൂടുതലായിട്ട്, പൈസസ് രാശിക്കാർ ഏറ്റവും കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു അവരും കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ തടസ്സം മുഴുവനായിട്ട് മാറിയോ? ഈ തടസ്സം മുഴുവനായിട്ട് മാറിയോ? ഈ തടസ്സം മുഴുവനായിട്ട് മാറിയോ? മുഴുവനായിട്ട് മാറിയിട്ടില്ല. ഇതൊരു എസ് കാർഡ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു എന്താ പറയുക, ധൈര്യം സംഭരിച്ച് ആ തടസ്സത്തെ ഫേസ് ചെയ്തു എന്നാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അതൊരു ബൗണ്ടറി ആണെങ്കിലും ആ ബൗണ്ടറിയെ തകർത്ത് നിങ്ങൾ മുന്നേറി എന്നാണ് അവിടെ നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. ധൈര്യം, ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടിരുന്നു അവിടെ. പക്ഷേ അത് മറികടന്ന് അവർ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇപ്പോഴും ചിലപ്പോൾ വീട്ടിൽ ചെറിയ എതിർപ്പുകൾ ഉണ്ടാവുമായിരിക്കും. അമ്മ പൂർണ്ണമായിട്ടും, അമ്മയാണ് അവിടെ തടസ്സമെങ്കിൽ അമ്മ അല്ലെങ്കിൽ അമ്മയെ പോലുള്ള ആരോ കേട്ടോ അവിടെ തടസ്സമാണെങ്കിൽ അവരുടെ എതിർപ്പ് അവരിപ്പോഴും മുറുമുറുപ്പുകളൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങളുടെ ഇഷ്ടം നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞ് അങ്ങനെ ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. തടസ്സം പൂർണ്ണമായും മാറിയോ ചോദിച്ചാൽ അങ്ങനെ പൂർണ്ണമായും മാറിയിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പക്ഷെ ഇതൊരു എസ് കാർഡും ആണ് കേട്ടോ. ധൈര്യപൂർവ്വം നേരിട്ടു എന്നാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഇപ്പം ഇവർ കാര്യമായിട്ട് ഇവരുടെ മദറിൻ്റെ അടുത്തോ അല്ല നിങ്ങൾ കാര്യമായിട്ട് നിങ്ങളുടെ മദറിൻ്റെ അടുത്തോ പറഞ്ഞ് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവസാനം അവർ നിങ്ങളുടെ ഇഷ്ടം നടക്കട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നല്ല കാർഡ് തന്നെയാണ് അത് വന്നിരിക്കുന്നത്. അവിടെ ടെൻഷൻ അടിക്കാനും മാത്രമൊന്നുമില്ല. ക്ലാരിഫൈ പേജ് ഓഫ് വോൺസ്. വൈ ഈസ് പേജ് ഓഫ് വോൺസ് ഹിയർ? വൈ ഈസ് പേജ് ഓഫ് വോൺസ് ഹിയർ? ലോങ് ഡിസ്റ്റൻസിലുള്ളവരാണെങ്കിൽ പിണങ്ങി പോയതൊക്കെ ആയിരിക്കും. ഒരു ട്രാൻസ്ഫറൊക്കെ ആയിട്ട് ലോങ് ഡിസ്റ്റൻസ് പോയിട്ടുണ്ടാവും. നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് വിട്ട് കാണും. ഓക്കെ, അങ്ങനെ ഉള്ളവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടവർ. നിങ്ങളെ മറന്നിട്ടൊന്നുമില്ല. നിങ്ങൾ സ്റ്റോക്കിംഗ് എനർജിയിൽ തന്നെയാണ്. കാരണം 2 പേജസിൻ്റെ കാർഡ്സ് അവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു മെസ്സേജ് ഇവരുടെ ഭാഗത്തുനിന്ന് വരാനുള്ള സാധ്യതയും ഒരുപാട് തന്നെ ഉണ്ട് കേട്ടോ. പെൻഡക്കിൾസ് വെച്ചിട്ട് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ബോൺസ് ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. പിന്നെ ഏതാ സ്പോർട്സും ഉണ്ട്. ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഇത്രയും രാശിക്കാരാണ് അതിൽ കണക്റ്റ് ആയത് കേട്ടോ. ലോങ് ഡിസ്റ്റൻസിലായിരിക്കണം. ഓക്കെ, അവിടെ പോയ സമയത്ത് എന്തെങ്കിലും കാരണവശാൽ ഒരു ലോങ് ഡിസ്റ്റൻസ് വന്നു. അവിടെ വെച്ചിട്ട് നിങ്ങളുടെ കോണ്ടാക്റ്റ് കട്ടായിപ്പോയി. ഓക്കെ, പക്ഷേ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനിൽ വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ തടസ്സം പൂർണ്ണമായി മാറിയിട്ടുണ്ടോ ഡിവൈൻ? ഈ തടസ്സം പൂർണ്ണമായി മാറിയിട്ടുണ്ടോ? വീണ്ടും കമ്മ്യൂണിക്കേഷനാണ്.
ഈ ഒത്തിരി ഈ ലോങ് ഡിസ്റ്റൻസിൽ പോയിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്നവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ABCDEFകാർക്കുള്ള റീഡിങ്. കണ്ടിന്യൂ ചെയ്യാം. ഇനി അടുത്ത ഗ്രൂപ്പുകാർ GHIJKL. നിങ്ങളുടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം GHIJKL തുടങ്ങുന്നതാണ്. നമുക്ക് നോക്കാം അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ഒബ്സ്റ്റക്കിൾസ് മാറി വരുന്നുണ്ടോ, എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് നമുക്ക് നോക്കാം. ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, മാറി വരുന്നുണ്ടോ അതാണ് നമുക്ക് അറിയേണ്ടത്. ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം GHIJKL തുടങ്ങുന്നതാണ്. ഒന്ന് പറഞ്ഞു തരൂ, ഇവരുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒബ്സ്റ്റക്കിൾസ് മാറി വരുന്നുണ്ടോ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നൊന്ന് കാണിച്ചു തരൂ. ഇവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒബ്സ്റ്റക്കിൾസ് മാറി വരുന്നുണ്ടോ, എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നൊന്ന് കാണിച്ചു തരൂ പ്ലീസ് ഗൈഡ്. ലവേഴ്സ്, ലവേഴ്സ് കാർഡ് ആയതുകൊണ്ട് ഞാൻ ഒന്ന് മറച്ചിട്ട് വീണ്ടും എടുത്തു കേട്ടോ. വാവ്, 4 of Wands, the moon, അതെന്താ, Page of Swords, 10 of Pentacles, 8 of Wands, Queen of Cups. അവിടെ വലിയ തടസ്സങ്ങളൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. 4 of Cups. ലവേഴ്സ്, ആദ്യത്തെ ആൾക്കാർ നിങ്ങൾ തമ്മിൽ ലവേഴ്സ് തന്നെയാണ്. അവിടെ ഒരു ആസിറ്റീസ് തടസ്സങ്ങളൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ അത് മാറുമെന്ന് നമുക്ക് നോക്കാം. അതേപോലെ 11 കാർഡാണ് വന്നിരിക്കുന്നത്, 4 of Wands. അവിടെയും ഒരു പ്രപ്പോസൽ ഒക്കെ തന്നെയാണ് കാണുന്നത്. ഒരു സെലിബ്രേഷൻ, സന്തോഷം, ഇവൻറ്റ് അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അവിടെയും തടസ്സങ്ങളായിട്ടൊന്നും കാണുന്നില്ല. ഓക്കെ, മൂൺ കാർഡ് വന്നിട്ട്, മൂൺ കാർഡ് ഇൻസെക്യൂരിറ്റി ആയിരുന്നു അവിടെ തടസ്സം. അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരു വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു. വിശ്വാസക്കുറവല്ല, നിങ്ങൾക്ക് വേറെ ചോയ്സസ് ഉണ്ട് എന്നുള്ളൊരു ഭയം അതൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഉള്ള സിറ്റുവേഷൻ ആയിരുന്നു തടസ്സമായിട്ട് നിന്നിരുന്നത്. പേജ് ഓഫ് സ്വാർഡ്സ്, ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ഇവർ ഓവർ തിങ്കിങ്ങിലായിരുന്നു. എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ജഗ്ലിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു പക്ഷേ അവർ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം. അതുകൊണ്ടാണ് സ്വയം സമ്പാദിച്ച് തുടങ്ങി കാണില്ല. അതുകൊണ്ടുള്ളൊരു ജഗ്ലിംഗ് ആണ് അവിടെ കാണുന്നത് കേട്ടോ. അപ്പം നിങ്ങളെ അവർ പ്രപ്പോസ് ചെയ്താൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയം, അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അടുത്ത ഗ്രൂപ്പുകാർക്ക് ഫാമിലി സ്റ്റെബിലിറ്റി ആയിരുന്നു അവിടെ തടസ്സമായിട്ട് ഉണ്ടായിരുന്നത്. ഒന്നുകിൽ ഇവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അവിടെ, അല്ലെങ്കിൽ ഫാമിലി എതിർക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ ഒരു മൂവ്മെൻറ്റ്, അതായത് ഒരു ലോങ് ഡിസ്റ്റൻസ് അവിടെ കാണുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ആണ്, പെട്ടെന്ന് വരാൻ പറ്റാത്ത അത്രയും ദൂരത്തിലുള്ള ഒരാൾ, എബ്രോഡൊക്കെ ആയിരിക്കണം. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് വന്നപ്പോൾ ഒരു കണക്ഷൻ കട്ടായി പോയതായിട്ട് കാണുന്നുണ്ട്. അതാണ് അവിടെ ഒരു ഒബ്സ്റ്റക്കിളായിട്ട് കാണുന്നത് കേട്ടോ. അതേപോലെ ഓവർ ഇമോഷണലായിട്ട് ഇംബാലൻസ് വന്നിട്ട് അതും ഒരു തടസ്സമായിട്ട് ഇവിടെ കാണുന്നുണ്ടായിരുന്നത്. ലാസ്റ്റ് ഗ്രൂപ്പിലും കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫിയർ ഓഫ് റിജക്ഷനും അവർക്ക് ഉണ്ട് കേട്ടോ. ഡിവൈൻ പ്ലീസ് ക്ലാരിഫൈ വൈ ഈസ് ലവേഴ്സ് കാർഡ് ഹിയർ. ലവേഴ്സിൻ്റെ ഇടയിൽ എന്താണ് തടസ്സമായിട്ട് കാണുന്നത്, എന്ത് തരം തടസ്സമാണ് അവിടെ കാണുന്നത്, ആ തടസ്സം മാറിയിട്ടുണ്ടോ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. ഓക്കെ, അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം നിങ്ങൾ വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ തമ്മിൽ തീവ്രമായ ഒരു പ്രണയബന്ധമുണ്ട് താനും കേട്ടോ. നിങ്ങൾ ഒരു ട്വിൻ ഫ്ലെയിമാണ്, സോൾമേറ്റ് ആണെന്നൊക്കെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾക്കും തിരിച്ചും തോന്നാറുണ്ട്. മ്യൂച്വൽ ലവ് ഭയങ്കരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു.
ഈ തേർഡ് പാർട്ടിയുടെ ഇടപെടൽ മൂലം, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ അവരുടെ അമ്മയും ആവാം, സ്പൗസും ആവാം കേട്ടോ. അങ്ങനെയും കാണുന്നുണ്ട്. അവർ കുറച്ച് കൺട്രോളിങ് ആയിട്ടാണ് കാണുന്നത്. അതുമൂലം ഇവർ കുറച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഈ സിറ്റുവേഷൻ മാറിയിട്ടുണ്ടോ? ഈ സിറ്റുവേഷൻ മാറിയിട്ടുണ്ടോ? ഡിവൈൻ ഗിവ് മീ യെസ് ഓർ നോ കാർഡ്. വിൽ ദേ കം ടു എൻ യൂണിയൻ? വിൽ ദേ കം ടു എൻ യൂണിയൻ പ്ലീസ്? തടസ്സം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് അമ്മ തന്നെ ആയിരിക്കണം കേട്ടോ. തടസ്സം പൂർണ്ണമായിട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒന്നിച്ച് ഒരു ലൈഫ് ഉണ്ടാവുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇവിടെ മേട രാശിക്കാർ, ഏരീസ് രാശിക്കാർ, ജമുനൈ രാശിക്കാർ, മിഥുന രാശിക്കാർ കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, കപ്സ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം ഇത്രയും രാശിക്കാരും കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. Clarify 4 of Wands. Why is 4 of Wands here? What is the obstacle here? What was the obstacle there? 4 of Wands. What are the obstacles there? ലോങ് ഡിസ്റ്റൻസും ആയിരുന്നു, ഒരു ഇമോഷണൽ ഇംബാലൻസും ആയിരുന്നു. കാരണം അവർക്ക് തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല നിങ്ങളുടെ കാര്യത്തിൽ കേട്ടോ. ലോങ് ഡിസ്റ്റൻസും ഒരു പ്രശ്നമായിരുന്നു. ഓക്കെ, അവിടെ ഒരു തേർഡ് പാർട്ടി, അവിടെ ഇപ്പോൾ ബോട്ടം ഓഫ് ദി ഡെക്ക് എൻ്റെ കയ്യിൽ വന്നിരിക്കുന്നത് ഇത് തന്നെയാണ്, റിപ്പിറ്റേഷൻ ആണ് കേട്ടോ, വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ. അപ്പോൾ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആയിരുന്നു അവിടെ പ്രശ്നം. ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഇവർ കാണിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അതൊരു സ്റ്റെബിലിറ്റിയിൽ എത്തുന്നതായിട്ടും നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു ജീവിതം ഉണ്ടാകുന്നതായിട്ടുമാണ് കാണുന്നത്. ഈ ഒബ്സ്റ്റേക്കിൾ പൂർണ്ണമായും മാറിയോ ഡിവൈൻ? ഈ ഒബ്സ്റ്റേക്കിൾ പൂർണ്ണമായും മാറിയിട്ടുണ്ട്. ഡിറ്റർമിൻഡ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ക്യാൻസർക്കാരും കർക്കിടക രാശിക്കാരും കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ വോൺസ്, കപ്സ്, സ്വാട്സ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം രാശിക്കാർ കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ദ മൂൺ കൊണ്ടാണ് ഒരു ഇൻസെക്യൂരിറ്റി അവിടെ ഇവർക്ക് ഫീൽ ചെയ്യുന്നത്? ഇൻസെക്യൂരിറ്റി മാറിയിട്ടുണ്ടോ ഡിവൈൻ? ഈ ഒബ്സ്റ്റേക്കിൾ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ തരണം ചെയ്തിട്ടുണ്ടോ? ഈ ഒബ്സ്റ്റേക്കിൾ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ തരണം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇൻസെക്യൂരിറ്റി ആണെങ്കിൽ നിങ്ങളെ സംശയം കൊണ്ടൊക്കെയാണ് അവിടെ ഇവർ പ്രശ്നം ഉണ്ടാക്കിയതെങ്കിൽ ആ പ്രശ്നം അവിടെ അങ്ങനെ തന്നെ തുടരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവർക്ക് നിങ്ങളെ ഇപ്പോഴും പൂർണ്ണമായിട്ടും വിശ്വാസം വന്നിട്ടില്ല. ഓക്കെ, 3 വെച്ചിട്ട് പൈസസ്, മീനരാശിക്കാർ കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, അതേപോലെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം രാശിക്കാരും കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പൂർണ്ണമായും മാറിയോ എന്ന് അവിടെ ഇനി നോക്കേണ്ട കാര്യമില്ല, മാറിയിട്ടില്ല കേട്ടോ. ആ സംശയം ഇനിയും മാറിയിട്ടില്ല അവർക്ക്. ഡിവൈൻ, വൈ ഈസ് പേജ് ഓഫ് സ്വാർഡ്സ് ഹിയർ? വൈ ഈസ് പേജ് ഓഫ് സ്വാർഡ്സ് ഹിയർ? ഈ തടസ്സം മാറിയിട്ടുണ്ടോ? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ക്ലൗഡി മൈൻഡഡ്നെസ് മാറിയിട്ടുണ്ടോ? ഒരു ക്ലാരിറ്റി കിട്ടിയോ അവർക്ക്? ആ തടസ്സം നീങ്ങിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു തരും. മാറിയിട്ടുണ്ട്. ഓക്കെ, ലവേഴ്സ് കാർഡും പേജ് ഓഫ് പെൻറ്റക്കിൾസും ആണ് വന്നത് കേട്ടോ. അതായത് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ അവർ കൺഫ്യൂസ്ഡ് ആയിരുന്നെങ്കിൽ അവരുടെ കൺഫ്യൂഷനൊക്കെ മാറി അവർക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ ഓൺലൈനൊക്കെ അവർ സ്റ്റോക്ക് ചെയ്യേണ്ടായിരുന്നു. നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം അവർക്ക് മനസ്സിലായിട്ടുമുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ അവർ നിങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പിൽ DP-യോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് നോക്കുന്നുണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ മെസ്സേജസ് ഒക്കെ എടുത്ത് വായിക്കുന്നുണ്ടാവും. ഓക്കെ, സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ട് നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എവിടെയോ ഇവരുടെ സാന്നിധ്യം ഈ സമയത്തുണ്ട്. ഓക്കെ, അവരൊരു കമ്മ്യൂണിക്കേഷനിൽ നിങ്ങളുടെ അടുത്ത് വരുന്നതായിട്ടാണ് കാണുന്നത്. ഈ തടസ്സം പൂർണ്ണമായും മാറിയോ ഡിവൈൻ?
ഈ തടസ്സം പൂർണ്ണമായും മാറിയോ ഡിവൈൻ? ഈ തടസ്സം പൂർണ്ണമായും മാറിയോ? തടസ്സം പൂർണ്ണമായും മാറിയോ? പൂർണ്ണമായും മാറിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി അവിടെ അവർ തരുന്നതായിട്ടാണ്, ഒരു മാരേജൊക്കെയാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരുന്നതായിട്ടാണ് കാണുന്നത്. മിഥുന രാശിക്കാർ ജെമിനി കുറച്ച് കൂടുതലായിട്ടുണ്ട്. ടോറസ് രാശിക്കാർ, ഇടവ രാശിക്കാരും കുറച്ച് കൂടുതലായിട്ടുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. സോർട്സ് വന്നിട്ട് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുല, മിഥുന, കുംഭ രാശിക്കാരും കുറച്ച് കൂടുതലായിട്ടുണ്ട്. ക്ലാരിഫൈ. 10 ഓഫ് പെൻറ്റക്കിൾസ്. ഫാമിലിയുടെ ഇഷ്യൂ ആയിരുന്നു അവിടെ തടസ്സമെങ്കിൽ ഡിവൈന് തടസ്സം മാറിയിട്ടുണ്ടോ? ഫാമിലി സ്റ്റെബിലിറ്റി, ഫാമിലിയുടെ സമ്മതമൊക്കെ ആയിരുന്നു അവിടെ ഇഷ്യൂ എങ്കിൽ ആ തടസ്സം മാറിയിട്ടുണ്ടോ? നിങ്ങളെ വളരെ പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടെ ഇവർ കൊണ്ടുപോയിട്ടുണ്ട് ഫാമിലിയുടെ എതിർപ്പ് മൂലം കേട്ടോ. ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി, ഫാമിലി പറഞ്ഞിട്ട് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് ഇവർ. ആ തെറ്റ് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ക്ഷമാപണമൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഇവർ വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നല്ല ഒരു പോസിറ്റീവ് ടേൺ ഓഫ് ഇവൻസ് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഈ തടസ്സം പൂർണ്ണമായും മാറിയോ? വീട്ടുകാർ അക്സെപ്റ്റൻസ് കൊടുത്തു. ഈ തടസ്സം പൂർണ്ണമായും മാറിയോ? പൂർണ്ണമായും മാറിയിട്ടില്ല. ഇവർ ചെയ്തിരിക്കുന്നത് വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫാമിലിയുടെ തടസ്സമൊന്നും വകവയ്ക്കുന്നില്ല. ഇനി ഡിവൈനെ എല്ലാം ഏൽപ്പിച്ചിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. അവിടെ ഫാമിലി ഫുൾ സ്റ്റെബിലിറ്റി ആയി എന്ന് പറയാനൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു കോണ്ടാക്റ്റ് വരും, അങ്ങനെയാണ് അതിൽ കാണുന്നത്. ഓക്കെ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, അതേപോലെ ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുല, മിഥുനം, കുംഭം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് തുലാരാശി ലിബ്രക്കാരും കുറച്ച് കൂടുതലായിട്ട് തന്നെ കണക്റ്റ് ആയിട്ടുണ്ട് അവിടെ. ക്ലാരിഫൈ. 8 ഓഫ് വോൺസ്. വൈ ഈസ് 8 ഓഫ് വോൺസ് ഹിയർ ഡിവൈൻ? വൈ ഈസ് 8 ഓഫ് വോൺസ് ഹിയർ? ഈ ഒബ്സ്റ്റക്കിൾ എന്താണ്? കൺഫ്യൂഷൻ. ആര് ക്രിയേറ്റ് ചെയ്ത കൺഫ്യൂഷൻ? ഒന്നുകിൽ അവർ സ്വയം ക്രിയേറ്റ് ചെയ്ത കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഇവരുടെ ഫാദർ അല്ലെങ്കിൽ ഫാദർ ഫിഗർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ക്രിയേറ്റ് ചെയ്ത കൺഫ്യൂഷൻ. ഓക്കെ. ആ കൺഫ്യൂഷൻ തടസ്സം എല്ലാമായിരുന്നു. പക്ഷെ അത് മറികടന്ന് അവർ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഈ തടസ്സം പൂർണ്ണമായും മാറിയോ ഡിവൈൻ? ഈ തടസ്സം പൂർണ്ണമായും മാറിയോ? ഈ തടസ്സം പൂർണ്ണമായും മാറിയിട്ടുണ്ടോ? പൂർണ്ണമായും മാറിയിട്ടില്ല. ഇവർ ഈ പേഴ്സണെ ഒളിച്ചിട്ടാണ് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നത്, പക്ഷെ കോണ്ടാക്ട് ചെയ്യും കേട്ടോ. തടസ്സം മറികടന്ന് ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ പൂർണ്ണമായും സമ്മതിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവിടെ ആ തേർഡ് പേഴ്സണെ ഒളിച്ചിട്ടാണ് ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത്, പക്ഷെ കോണ്ടാക്ട് ചെയ്യും. ക്ലാരിഫൈ. ക്വീൻ ഓഫ് കപ്സ്. വൈ ഈസ് ക്വീൻ ഓഫ് കപ്സ് ഹിയർ ഡിവൈൻ? വൈ ഈസ് ക്വീൻ ഓഫ് കപ്സ് ഹിയർ? ഈ തടസ്സം എന്താണ്? ഇത് മാറുമോ? നൈറ്റ് ഓഫ് വോൺസ് ആൻഡ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. പക്ഷേ നിങ്ങളെ പ്രതി ഹൈലി പാഷനേറ്റ് ആണ്. അതൊരു പോസിറ്റിവിറ്റിയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഫൈനാൻഷ്യൽ ഇഷ്യൂസും ഉണ്ടായിരുന്നു കേട്ടോ. ഈ തടസ്സം കംപ്ലീറ്റ് ആയിട്ട് മാറി ഇവർ അതിൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുമോ? മേ ബി കാർഡാണ് വന്നത്. ഓക്കെ. ഉറപ്പായിട്ടില്ല. ഓക്കെ. അവിടെ ഒരു ജഗ്ലിങ് ഇപ്പോഴും കാണുന്നുണ്ട്. ഉറപ്പില്ലാത്തത് മേ ബി കാർഡ് വരുന്നതിന് ഇല്ലയെന്ന് തന്നെ പറയുള്ളൂ. കാരണം ഒരു തീരുമാനം അവിടെ എടുത്തിട്ടില്ല. അപ്പോൾ ഉടനെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അല്ല. ഈ തേർഡ് പാർട്ടി ഇവരെ എന്താണ് ഒരു നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിടിച്ചു വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ. ഇത് വേറെ പല റീഡിങ്സിലും നമുക്ക് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷെ നിങ്ങളെ പ്രതി ഹൈലി പാഷനേറ്റോ ആണ്. ഓക്കെ. ഈ തടസ്സം അവർ പൂർണ്ണമായും മറികടന്നിട്ടില്ല. മറികടക്കണം എന്നുള്ള ആഗ്രഹം തീവ്രമായിട്ടുണ്ട്. അത് മറികടന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിച്ചിട്ടില്ല. ക്ലാരിഫൈ. 4 ഓഫ് കപ്സ്. ഫിയർ ഓഫ് റിജക്ഷൻ ആണ് ഇവരുടെ പേരിങ്ങിൽ. തടസ്സം മാറിയിട്ടുണ്ടോ?
മാറിയിട്ടില്ല കേട്ടോ. കാരണം പേജ് ഓഫ് സ്വാർഡ്സും 7 ഓഫ് ബോൺസും ആണ് വന്നത്. അതായത് ഇവർ ഓവർ തിങ്കിങ്ങിലാണ്. നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യും, നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്ത് കളയും എന്നൊക്കെയുള്ള ഒരു ഭയം ഇവരുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു തീരുമാനം എടുക്കാതെ ഇരിക്കുന്ന. ഈ ഒബ്സ്റ്റക്കിൾ മാറിയിട്ടില്ലേ ഡിവൈൻ? ഈ ഒബ്സ്റ്റക്കിൾ മാറിയിട്ടില്ലേ? ഈ ഒബ്സ്റ്റക്കിൾ മാറിയിട്ടില്ലേ? അത് ക്ഷമയോടെ മാത്രമേ ഹാൻഡിൽ ചെയ്യൂ എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ക്ഷമയോടെ ഹാൻഡിൽ ചെയ്താൽ മാത്രമേ ഒബ്സ്റ്റക്കിൾ നീങ്ങിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് ഗ്രൂപ്പുകാർക്കുള്ള റീഡിങ്. ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്ത ഗ്രൂപ്പുകാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം MNOPQRS തുടങ്ങുന്നതാണ്. ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നു, അത് മാറിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം MNOPQRS തുടങ്ങുന്നതാണ്. ഇവരുടെ ഇടയിലുള്ള ഒബ്സ്റ്റക്കിൾ മാറിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നൊന്ന് കാണിച്ചു തരും. MNOPQRS. Justice, 10 of Wands, 6 of Pentacles, Queen of Wands, Empress, good, and Death, ന്യൂ ബിഗിനിങ് ആണ് അല്ലേ. ജസ്റ്റിസ് പറയുമ്പോൾ ചിലരുടെങ്കിലും കാര്യത്തിൽ കോർട്ട് കേസൊക്കെ നടക്കുന്നുണ്ടായിരുന്നിരിക്കണം, അതിനൊരു തീരുമാനമാവുന്നതായിട്ടാണ് കാണുന്നത്. എന്താ ഒരു തടസ്സം അവരുടെ ചുമലിലുണ്ടായിരുന്നു, അതെന്താ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവൺ ടേക്കിൽ എത്തുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. 2 കാർഡ്, ക്വീൻ ഓഫ് വോൺസ് ആയാലും എംപ്രസ് ആയാലും നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡും ആണ്. അതേസമയം നിങ്ങളുമായിട്ട് റെസ്പെക്റ്റും ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. എംപ്രസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉള്ള ഒരു റീപ്ലേസ്മെൻറ്റ് അവരുടെ ലൈഫിൽ ഇല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഡെത്ത് വെച്ചിട്ട് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ക്ലാരിഫൈ ചെയ്തു പോകാം നമുക്ക്. ഡിവൈൻ, ഒരു കോർട്ട് കേസായിരുന്നു ഇവരുടെ ലൈഫിലെ തടസ്സമെങ്കിൽ ആ തടസ്സം മാറിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ? കോർട്ട് കേസൊക്കെ ആയിരുന്നു പ്രശ്നമെങ്കിൽ ആ തടസ്സം മാറിയിട്ടുണ്ടോ? യെസ്, മാറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ബാലൻസിൽ എത്തുന്നതായിട്ടാണ് കാണുന്നത്. ക്വീൻ ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്, അറിയാമല്ലോ. ഡിറ്റർമിൻഡ് ആയിട്ട് ഇവർ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോയി അതിനൊരറ്റം എത്തുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ബാലൻസിൽ എത്തുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായിട്ട് സ്നേഹത്തിലും സമാധാനത്തിലും തുടർന്ന് മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ തടസ്സം പൂർണ്ണമായും മാറിയോ ഡിവൈൻ? ഈ തടസ്സം പൂർണ്ണമായും മാറിയോ? ഏസ് ഓഫ് കപ്സ് മാറിയിട്ടുണ്ട് കേട്ടോ. പൂർണ്ണമായിട്ട് ഈ തടസ്സം മാറിയിട്ടുണ്ട്. ഒരുപാട് പേരുടെ കോർട്ട് കേസിന് സെറ്റിൽമെൻറ്റ് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, വൈ ഈസ് 10 ഓഫ് വോൺസ് ഹിയർ ഡിവൈൻ? വൈ ഈസ് 10 ഓഫ് വോൺസ് ഹിയർ? വാട്ട് ആർ ദ ഒബ്സ്റ്റക്കിൾസ് ഹിയർ? Why is 10 of Wands here, Divine? What are the obstacles here? Please show me. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓവർ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ മനസ്സ് മടുത്ത് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. തേർഡ് പാർട്ടി കുറച്ച് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഓവർ തിങ്കിങ് ഉണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. ഈ തടസ്സം മാറിയിട്ടുണ്ടോ ഡിവൈൻ? ഗിവ് മീ എ സോണോ കാർഡ്. ഈ തടസ്സം മാറിയിട്ടുണ്ടോ? ഈ തടസ്സം മാറിയിട്ടുണ്ടോ? അങ്ങനെ ഒരു തടസ്സം ഉണ്ടെങ്കിൽ അത് മാറി അവർക്കൊരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ടും മുന്നോട്ട് വരുന്നതായിട്ടുമാണ് കാണുന്നത് കേട്ടോ. അവർക്ക് അവരുടെ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ എക്സോസ്റ്റഡ് ആയി കഴിഞ്ഞു, അവർക്ക് മതിയായി കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കടന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. രാശികൾ പറയാൻ വിട്ടുപോയി. ജസ്റ്റിസ് ലിബ്ര തുല രാശി കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ട്. ടെമ്പറൻസ് വെച്ചിട്ട് സാജിറ്റേറിയസ് ധനുരാശിയും കുറച്ച് കൂടുതലായിട്ടുണ്ട്. കപ്സും വോൺസും ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഓക്കെ, അടുത്തതിൽ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു,
ഇതിൽ എല്ലാവരും തന്നെ ഉണ്ട്. സ്പോർട്സ്, മോൺസ്, സ്പോർട്സ് ഉണ്ട്. ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാ, മകരം, കുംഭം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. അതായത് ഇടവം, കന്നി, മകരം, ഇത്രയും രാശിക്കാർ 2 ഗ്രൂപ്പിൽ വന്നത്. ഇവരുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഡിവൈൻ ഇവിടെ തടസ്സം എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും അത് മാറിയിട്ടുണ്ടോ? ഒരു ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി ഒക്കെ ആയിരുന്നു അവിടെ പ്രശ്നമെങ്കിൽ, ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഒക്കെ ആയിരുന്നു അവിടെ പ്രശ്നമെങ്കിൽ, നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിന് വേണ്ടിയിട്ട് ഒരു പോസിറ്റിവിറ്റിയുമായി വരുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, ഇമോഷണൽ ഇംബാലൻസ് ആയിരുന്നു അവിടെ പ്രശ്നം. അവർക്ക് ഒന്നുകിൽ ഇവരുടെ ഇമോഷണൽ ഇംബാലൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവരെ റിലേറ്റഡ് ആയിട്ടുള്ള ആരുടെയെങ്കിലും ഇമോഷണൽ ഇംബാലൻസ് ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. നമ്മളൊക്കെ കാണിച്ച് ഇവരെ മാനസികമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് മറികടന്ന് ഇവർ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ക്ലാരിഫൈ. ക്വീൻ ഓഫ് വോൺസ്. ക്വീൻ ഓഫ് വോൺസ് ഇവിടെ എന്ത് തടസ്സമാണ് ഡിവൈൻ? ക്വീൻ ഓഫ് വോൺസിൻ്റെ അവിടെ എന്ത് തടസ്സമാണുള്ളത് ഒന്ന് പറഞ്ഞു തരൂ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം ഒരു വെയിറ്റിംഗ് പീരീഡിലായിരുന്നു. ക്വീൻ ഓഫ് സ്പോർട്സ് ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരു തീരുമാനം ആവുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഇഷ്യൂ പൂർണ്ണമായും സോൾവ് ചെയ്തിട്ടുണ്ടോ ഡിവൈൻ? ഈ ഇഷ്യൂ പൂർണ്ണമായും സോൾവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, പൂർണ്ണമായും സോൾവ് ഒന്നും ചെയ്തിട്ടില്ല. ഇവർ ഈ തേർഡ് പാർട്ടിയെ ഒളിച്ച് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവിടെ ഫൈനാൻഷ്യൽ ട്രബിളും കാണുന്നുണ്ട്. നിങ്ങളുടെ തേർഡ് പാർട്ടിയെ ഒളിച്ച് നിങ്ങളെ കാണാൻ വരുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ക്ലാരിഫൈ ദ എംപറസ്. ക്ലാരിഫൈ ദ എംപറസ് പ്ലീസ്. ക്ലാരിഫൈ ദ എംപറസ് പ്ലീസ്. എംപ്രസിൽ ഇതിൻ്റെ രാശികൾ പറഞ്ഞില്ലല്ലോ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ക്വീൻ ഓഫ് കപ്സും സണ്ണ് വെച്ച് ചിങ്ങ രാശിക്കാർ, ലിയോ രാശിക്കാർ കുറച്ച് കൂടുതലായിട്ടുണ്ട്. ക്വീൻ ഓഫ് കപ്സ് വെച്ച് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. അതിൻ്റെ തടസ്സം പൂർണ്ണമായി മാറിയോ ഞാൻ നോക്കിയില്ലായിരുന്നു. ഈ ഗ്രൂപ്പുകാരുടെ തടസ്സം മുഴുവനായിട്ട് മാറിയോ? സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. അവരുടെ തടസ്സം മാറിയതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ്. ഇവിടെ ടോറസ് രാശിക്കാർ, ഇടവ രാശിക്കാർ കുറച്ച് കൂടുതലായിട്ടുണ്ട്. മീന രാശിക്കാർ കുറച്ച് കൂടുതലായിട്ടുണ്ട്. അതായത് മീനം പറയുമ്പോൾ പൈസസ് രാശിക്കാർ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനുക്കാരും കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഈ തടസ്സം മുഴുവനായിട്ട് മാറിയോ ഡിവൈൻ? ഈ തടസ്സം മുഴുവനായിട്ട് മാറിയോ? ഇവരെന്തോ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടുത്തെ സ്റ്റക്ക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരുടെ ഫാമിലിയാണ്. നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്, സ്നേഹമാണ്, എല്ലാമാണ്. പക്ഷെ അവിടെ ഒരു തടസ്സമായിട്ട്, വലിയ തടസ്സമായിട്ട് വന്ന് നിൽക്കുന്നത് അവരുടെ ഫാമിലിയാണ് കേട്ടോ. അവിടെ അട്രാക്ഷൻ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ആക്ഷൻ വരുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. കാരണം അവർക്ക് അവിടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്തേ പറ്റുമെന്നുള്ള സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഒരു ആക്ഷൻ വരുന്നതായിട്ട് അവിടെ കാണുന്നില്ല. ക്ലാരിഫൈഡ് ഡെത്ത്. ക്ലാരിഫൈഡ് ഡെത്ത്. ദ മൂൺ ആൻഡ് 10 ഓഫ് സ്പോർട്സ്. ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ നിങ്ങൾ പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ ആയിരുന്ന കാര്യം, നിങ്ങൾ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, വളരെ പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ, ആ സിറ്റുവേഷൻ ഒരു എൻഡ് കുറിച്ച് ഒരു ന്യൂ ബിഗിനിങ് അവിടെ വരുന്നതായിട്ടാണ് കാണുന്നത്. ഈ തടസ്സം മുഴുവനായിട്ട് മാറിയോ ഡിവൈൻ? ഈ തടസ്സം മുഴുവനായിട്ട് മാറിയോ എന്നൊന്ന് പറഞ്ഞു തരൂ. അത് മാറ്റാൻ വേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. മുഴുവനായിട്ട് മാറി. എസ് കാർഡ് തന്നെയാണത്. പക്ഷെ അവർ തുടർച്ചയായിട്ട് ഈ സിറ്റുവേഷൻ മറികടക്കാൻ അവരുടെ ഭാഗത്തു നിന്ന് ശ്രമിക്കുന്നുണ്ട് എന്നാണ് കാർഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കായിട്ടുള്ള, അതായത് MNOP ക്യൂറസുകാരുടെ
റീഡിങ്. ഇനി ലാസ്റ്റ് ഗ്രൂപ്പുകാർക്കും കൂടെ നോക്കിയിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം TUVWXYZ. ക്ഷമിക്കുക, ഇവിടെ എത്തിയപ്പോൾ എൻ്റെ മൈക്ക് പണി തന്നു. എൻ്റെ മൈക്കിൻ്റെ അഡാപ്റ്റർ പൊട്ടിപ്പോയി. അപ്പോൾ ഇത് വോയിസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇച്ചിരി ഒച്ചത്തിൽ സംസാരിക്കാം കേട്ടോ. അതിനെ ഒന്ന് ശരിയാക്കിയിട്ട് വേണം മൈക്കിൻ്റെ കാര്യം. ഞാൻ എക്സ്ട്രാ മൈക്കുള്ള ചാർജ് ചെയ്തിട്ടുമില്ല, അതാണ് പ്രശ്നമായത്. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫോൺ എൻ്റെ അടുത്തേക്ക് വെച്ചിട്ട് സംസാരിക്കാം. ഓക്കെ. പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം TUVWXYZ ആണ് ഡിവൈൻ. ഇവരുടെ റിലേഷൻഷിപ്പിലുള്ള ഒബ്സ്റ്റേക്കിൾസ് മാറി വരുന്നുണ്ടോ, എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നൊന്ന് പറഞ്ഞു തരും. The Fool, Two of Pentacles, Two of Swords, complete juggling ആണല്ലോ. Five of Cups, Seven of Wands, Six of Swords ആൻഡ് 4 ഓഫ് സ്വാർട്സ്. ഈ ഗ്രൂപ്പുകാരെ ഇടയ്ക്ക് ഒരു പോസിറ്റിവിറ്റി കണ്ടിരുന്നു. ഇപ്പോൾ വീണ്ടും പഴയതിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഭയങ്കര ഒബ്സ്റ്റിക്കിളായിട്ടാണ് കാണുന്നത് ഇവിടെ കേട്ടോ. ഒരേ ഒരു ആദ്യത്തെ ഒരു ഇത് മാത്രം ആ ഒരു പോസിറ്റീവ് കാർഡ് വന്നിട്ടുണ്ട്. ഫൂള് വെച്ചിട്ട് അവരുടെ മുന്നിൽ അതായത് ഈ തടസ്സം ഉണ്ട് എന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവരെടുത്ത് ചാടി എന്തെങ്കിലും ചെയ്താൽ അത് ഒരു കുഴിയിലേക്ക് പോകുന്ന പോലെ ആകും എന്നുള്ളൊരു ഫീലിംഗ് അവർക്കുണ്ട്. ഓക്കെ. ബാക്കിയെല്ലാം ജഗ്ലിംഗ് ആണ്. 2 ഓഫ് പെൻറ്റക്കിൾസ് ജഗ്ലിംഗ് ആണ്, കൺഫ്യൂഷൻ. 2 ഓഫ് സ്വാർട്സ് ജഗ്ലിംഗ് ആണ്, കൺഫ്യൂഷൻ. 5 ഓഫ് കപ്സ് വെച്ച് ഒറ്റപ്പെടൽ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക്. നിങ്ങളെ സാബോട്ടേജ് ചെയ്തിരിക്കുകയാണ്. സാബോട്ടേജ് ചെയ്യുക പറഞ്ഞാൽ മനഃപൂർവ്വം ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണുകയാണ്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയവരാണ് ചിലർ. ഓക്കെ. ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്, നിങ്ങളെ വിട്ടിട്ട് മൂവ് ഓൺ ചെയ്ത് പോയതായിട്ട് കാണുന്നുണ്ട്. ഒരു എക്സൊക്കെ ആയിരിക്കും അത്. അതുപോലെ സ്ട്രെസ്സ് കാര്യങ്ങളെല്ലാം അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത് ഒക്കെ ഏത് സിറ്റുവേഷനാണ്, എന്താണ് ഒബ്സ്റ്റിക്കിൾ എന്നുള്ളത് നമുക്ക് നോക്കാം. 2 ഓഫ് പെൻറ്റക്കിൾസ് ഒക്കെ പെൻറ്റക്കിൾസും 2 ഓഫ് സ്പോർട്സ് ഒക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ ആയിരിക്കും. ഡിവൈൻ, ക്ലാരിഫൈ ദ ഫൂൾ. വൈ ഈസ് ദ ഫൂൾ ഹിയർ? വാട്ട് ആർ ദ ഒബ്സ്റ്റിക്കിൾസ്? ഒബ്സ്റ്റിക്കിൾസ് എന്താണ്? ഒബ്സ്റ്റിക്കിൾസ് മാറി വരുമോ? ഒബ്സ്റ്റിക്കിൾസ് അവർ വിചാരിക്കുന്നത് അവരുടെ ലൈഫിലുള്ള ഒരേ ഒരു ഹോപ്പ്, അവർക്ക് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ പ്രശ്നങ്ങൾ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഒരു പക്ഷേ ഒരു മെസ്സേജോ കോളോ എല്ലാം വരാൻ ഇവർക്ക് അയക്കാൻ ഇവർ ആലോചിക്കുന്നുണ്ട്. ഇവർ മാനസികമായിട്ട് ഒരു ഒറ്റപ്പെട്ട നിലയിലാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഓക്കെ. പുറമേക്ക് ഇവരുടെ ഫാമിലിയുടെ അടുത്തും ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല ഇവരുടെ ലൈഫിൽ എന്ന് ഭാവിക്കുന്നുണ്ടാവും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ഭയങ്കര പ്രശ്നം ഇവർ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളെ ആയിരിക്കും ഒരു പക്ഷേ ഇവർ അറിയിക്കുക ഈ പ്രശ്നമുണ്ട് എന്നുള്ളത്. ഈ തടസ്സം പൂർണ്ണമായും മാറുമോ ഡിവൈൻ? ഈ തടസ്സം പൂർണ്ണമായും മാറി എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഇവരുടെ അടുത്തേക്ക് വരുമോ? ഈ തടസ്സം പൂർണ്ണമായിട്ടും മാറുമോ? ലവേഴ്സ് കാർഡാണ്. തീർച്ചയായിട്ടും മാറി നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് കാണുന്നത്. ഒരു പക്ഷേ ഇവരൊരു ഇഷ്ടമില്ലാത്ത കല്യാണമോ അങ്ങനെ എന്തെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിരിക്കുമേ. അവിടെ ഒരു തടസ്സം ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. അത് മറികടന്ന് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് എത്തും എന്നാണ് കാണുന്നത്. ഫൂൾ വെച്ച് മേട രാശിക്കാർ, ഏരീസ് രാശിക്കാർ കുറച്ച് കൂടുതലായിട്ടുണ്ട്. ജെമിനി, മിഥുന രാശിക്കാർ കൂടുതലായിട്ടുണ്ട്. വിർഗോ രാശിക്കാർ, കന്നി രാശിക്കാർ കുറേ കൂടുതലായിട്ടുണ്ട്. അതേപോലെ വാൺസിൻ എനർജി വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു അത്രയും പേരാണ് ഇതിൽ കണക്റ്റ് ആയിരിക്കുന്നത്. ക്ലാരിഫൈ 2 ഓഫ് പെൻറ്റക്കിൾസ്. വൈ ഈസ് 2 ഓഫ് പെൻറ്റക്കിൾസ് ഹിയർ? വൈ ഈസ് 2 ഓഫ് പെൻറ്റക്കിൾസ് ഹിയർ? എന്താണ് ഇവിടുത്തെ തടസ്സം? തടസ്സം അവിടെ ജഗ്ലിംഗ് സിറ്റുവേഷൻ വരുന്ന നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലാണ് ഇവർ. അതായത് ഒരു തേർഡ് പാർട്ടി ഉണ്ട് അവിടെ. കൺഫ്യൂഷനാണ്. ജയിച്ച യുദ്ധം തോറ്റ ഒരു പ്രതീതിയാണ് ഇവർക്ക്.
നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിൽ എത്തുകയും ചെയ്തു എന്നാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുമില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ കേട്ടോ. അവിടെ ഇവർ ചെയ്യുന്ന മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെന്ന് പറഞ്ഞ് ഇവർ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ തടസ്സം ടോറസ് രാശിക്കാർ, ഇടവ രാശിക്കാർ കുറച്ച് കൂടുതലായിട്ടുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, ഇടവം, കന്നി, മകരം, അതേപോലെ ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഈ തടസ്സം പൂർണ്ണമായും മാറാൻ സാധ്യതയുണ്ടോ ഡിവൈൻ? ഈ തടസ്സം പൂർണ്ണമായി മാറാൻ സാധ്യതയുണ്ടോ? പൂർണ്ണമായി മാറാൻ സാധ്യതയുണ്ടോ? മാറാൻ സാധ്യതയുള്ള ഡെവിൾ കാർഡാണ് കേട്ടോ. ഇവർ ആ സിറ്റുവേഷനിൽ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കൺഫ്യൂഷൻ ആണെങ്കിൽ അവിടെ ആ കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. 2 ഓഫ് സ്വാർഡ്സ്, ഇവിടെ എന്താണ് തടസ്സം? 2 ഓഫ് സ്വാർഡ്സിൽ എന്താണ് തടസ്സം? എന്താണ് തടസ്സം എന്ന് കാണിച്ചത്? കൺഫ്യൂഷൻ ആണെന്ന് മനസ്സിലായി. എന്ത് പെർട്ടിക്കുലർ കൺഫ്യൂഷൻ ആണ് അവിടെ? അവിടെ ഒരു ടു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ഇമോഷണൽ കൺഫ്യൂഷൻ ആയിരുന്നു. അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യാത്തൊരു കൺഫ്യൂഷൻ ആയിരുന്നു അവർക്ക്. ഓക്കെ, അവരൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ ജഗിൾ ചെയ്യുമായിരുന്നു. പക്ഷേ അതൊരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നതായിട്ടും നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് വരുന്നതായിട്ടുമാണ് കാണുന്നത്. സ്റ്റാർ വെച്ചിട്ട് അക്വേറിയസ്, കുംഭം, അക്വേറിയസ് പറയുമ്പോൾ കുംഭരാശിക്കാർ കുറച്ച് കൂടുതലായിട്ടുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, അതേപോലെ ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭരാശിക്കാരും കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഈ തടസ്സം പൂർണ്ണമായിട്ട് മാറിയോ ഡിവൈൻ? ഈ തടസ്സം പൂർണ്ണമായിട്ട് മാറിയോ? ഈ തടസ്സം പൂർണ്ണമായിട്ട് മാറിയോ? അവിടെ ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലം മൂലമായിരുന്നു. എന്തോ ഒരു ജഗ്ലിംഗ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, കൺഫ്യൂഷൻ. അതൊരു ഫൈനാൻഷ്യൽ പ്രോബ്ലം ആയിരുന്നു കേട്ടോ. അവിടെ വേറെ വലിയ ഇഷ്യൂസ് ഒന്നും ആയിരുന്നില്ല. ഫൈനാൻഷ്യൽ ട്രബിളിൽ പെട്ടിട്ട് അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമായിരുന്നു. റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോയാൽ പ്രശ്നമാവുമോ എന്നൊക്കെ ഒരു പേടിയിൽ അവർ നിൽക്കുമായിരുന്നു. പക്ഷേ അതിനുവേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്ത് അത് തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ കാണിക്കുന്നത്. ഫൈനാൻഷ്യൽ ഇഷ്യൂ ആയിരുന്നു അവിടെ പ്രശ്നമെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് മുന്നോട്ട് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. വീണ്ടും ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. 5 of Cups. Why is 5 of Cups here? What is the obstacle here? 5 of Cups in obstacle എന്താണ് ഡിവൈൻ? റെസ്പോൺസിബിലിറ്റി ആണ്. ടു മച്ച് റെസ്പോൺസിബിലിറ്റി ലൈഫിൽ. 1, 2 ഒന്നല്ല, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതുമൂലം ഇവർ നിങ്ങളെ വിട്ട് ഒരു സോറിയൊക്കെ പറഞ്ഞ് ഇവർ പോയിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് ഇത് തുടരാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇവർ പോയിട്ടുണ്ടാവും. അത് പറ്റി ഇവർ റിഗ്രറ്റ് ചെയ്ത് ഇരിക്കുന്നതായിട്ടാണ്, ഒറ്റപ്പെട്ട് ഇരിക്കുന്നതായിട്ടാണ്. പോയ അവിടെ ഇവർ ഹാപ്പി ആയിട്ടൊന്നല്ല ഇരിക്കുന്നത്, ഒറ്റപ്പെട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ തടസ്സം മാറുമോ ഡിവൈൻ? ഈ തടസ്സം മാറാൻ സാധ്യതയുണ്ടോ? ഈ തടസ്സം മാറാൻ സാധ്യതയുണ്ടോ? ഈ തടസ്സം മാറാൻ സാധ്യതയുണ്ടോ? മാറാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം അവർക്ക് ഉള്ളിൽ ഒരുപാട് സ്നേഹമാണ്. ഈ റെസ്പോൺസിബിലിറ്റീസ് മൂലമൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ എതിർപ്പ് മൂലമൊക്കെയാണ് ഇവർ നിങ്ങളെ വിട്ടിട്ട് പോയതെങ്കിൽ അത് ഒരു കമ്മ്യൂണിക്കേഷനിൽ വരുന്നതായിട്ടും ഇവരൊരു സോറി പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ടുമാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ കപ്സോട് കപ്സാണ്, എല്ലാം കപ്സാണ്. ഓക്കെ, സ്നേഹമാണ് കപ്സ്, ഇമോഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം രാശിക്കാരാണ് കൂടുതലായിട്ട് ഇവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ക്ലാരിഫൈ 7 of Wands. Why 7 of Wands here? എന്താണ് അവിടെ തടസ്സം? അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് തടസ്സം കേട്ടോ. അവിടെ അവർ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ആ സിറ്റുവേഷൻ വളരെ ക്ഷമയോടെ മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ എന്നവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ അവർ ബ്ലോക്ക് ചെയ്തിട്ടത് കേട്ടോ. ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കാൻ ബുദ്ധിമുട്ടാണ് എന്നവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനത്തെ എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് അല്ലെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ഇവർ ഓൾറെഡി ഒരു കമ്മിറ്റ്മെൻറ്റ് എവിടെയെങ്കിലും കൊടുത്ത് കാണണം, അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ കാസ്റ്റ് കൾച്ചർ ഡിഫറൻസ് ഇതൊരു തടസ്സമായിരിക്കും. ഫാമിലി ഭയങ്കരമായിട്ട് എതിർക്കുന്നുണ്ടായിരിക്കും. അതൊരു തടസ്സമാണെന്ന് ഇവർക്ക് തോന്നി, അങ്ങനെ ഇവർ ബ്ലോക്ക് ചെയ്തതാണ്. ഈ തടസ്സം മാറുമോ ഡിവൈൻ? ഈ തടസ്സം മാറുമോ? ഈ തടസ്സം മാറുമോ? ആ തടസ്സം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ആ പെയിൻഫുൾ സിറ്റുവേഷൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്.
ക്ലാരിഫൈ 6 ഓഫ് സ്വാർഡ്സ്. എന്താണ് ഇവിടെ 6 ഓഫ് സ്വാർഡ്സ് വരാൻ കാരണം? തടസ്സം എന്താണ് ഡിവൈൻ? അവിടെ ഫൈനാൻഷ്യൽ ഇഷ്യൂ ആണ് കാണുന്നത്. ലോങ് ഡിസ്റ്റൻസ് പോയിട്ടുണ്ട് ഇവർ. ജോലി സംബന്ധമായിട്ടായിരിക്കും ഇവർ പോയിട്ടുണ്ടാവുക. നിങ്ങളുടെ ഓർമ്മകൾ എപ്പോഴും ഇവരുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ലോങ് ഡിസ്റ്റൻസ് ആണ് ഇവരുടെ പ്രശ്നം. വിചാരിക്കുന്ന പോലെ യാത്ര ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഇവരുടെ ജോലി ഇവരെ അനുവദിക്കുന്നില്ല. ഓക്കെ, അതാണ് അവിടെ തടസ്സം. ഈ തടസ്സം മാറുമോ? ഗിമിയനെസോ നോക്കാട്. ഈ തടസ്സം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടോ? ഈ തടസ്സം പൂർണ്ണമായി മാറിയിട്ടുണ്ടോ? വെയിറ്റിംഗ് പീരീഡിലാണ്, പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. ധനസമ്പാദ്യം അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. കുറച്ച് പൈസ സമ്പാദിക്കുന്നതിൽ തന്നെയാണ് ഇവർ ഫോക്കസ് ഇപ്പോൾ. ഓക്കെ, അവിടെ തടസ്സം പൂർണ്ണമായി മാറിയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കേട്ടോ. സ്വാർഡ്സും കപ്സും പെൻറ്റക്കിൾസും. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. അതേപോലെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കടകം, വൃശ്ചികം, മീനം. പിന്നെ ഏതാ ഞാൻ പറഞ്ഞ സ്വാർഡ്സ്, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഓക്കെ, ഇത്രയാണ് ഇവിടെ കണക്റ്റ് ആയത്. ക്ലാരിഫൈ 4 of swords. Why is 4 of swords here? Why is 4 of swords here? Why is 4 of swords here? എന്താണ് ഇവിടെ തടസ്സം ഡിവൈൻ? ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ആണ് അവിടെ തടസ്സമായിട്ട് കാണുന്നത് കേട്ടോ. അവർക്ക് കടം വാങ്ങിച്ചിട്ടുണ്ട്, അത് കൊടുക്കാനുണ്ട്. ആ പൈസ സമ്പാദിക്കേണ്ട സിറ്റുവേഷൻ ആണ്. സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കൂടെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ തീവ്രമായ ഫൈനാൻഷ്യൽ ഇഷ്യൂ അവർക്കവിടെ ഉണ്ട് കേട്ടോ. ഈ തടസ്സം മാറുമോ ഡിവൈൻ? ഈ തടസ്സം മാറാനുള്ള സാധ്യത ഉണ്ടോ? ഈ തടസ്സം മാറാനുള്ള സാധ്യത ഉണ്ടോ? ഈ തടസ്സം കുറച്ച് സമയമെടുത്ത് മാത്രമേ മാറുകയുള്ളൂ കേട്ടോ. ഈ തടസ്സം മാറില്ല എന്നല്ല, അവിടെ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലാണ്. നെഗറ്റീവ് കാർഡാണത്. ഓക്കെ, ഞാൻ മേ ബി എന്നെടുക്കുന്നു. അത് കുറച്ച് സമയമെടുത്താൽ മാത്രമേ അത് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്കിപ്പോൾ പൈസ സമ്പാദിക്കുന്നതിൽ ഫോക്കസ് ചെയ്തേ മതിയാകൂ. അവിടെ വേറെ കാര്യങ്ങൾക്കൊന്നും അവർ ഫോക്കസ് ചെലുത്തുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഒരു തടസ്സം തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഇത്രയും രാശിയാണ് ഇവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഇപ്പോൾ ഏകദേശം ഒബ്സ്റ്റേക്കിൾ തരണം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കുറച്ച് പിടി കിട്ടിയല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സബ്സ്ക്രിപ്ഷനാണ് ഞാനും നിങ്ങളും ആയിട്ടുള്ള ലിങ്ക് അല്ലേ. നിങ്ങളും ഞാനുമായിട്ടൊരു ലിങ്ക് ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ പേഴ്സണൽ എനർജിയുമായിട്ട് കണക്റ്റ് ആവാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഹൈപ്പിൻ്റെ ഓപ്ഷൻ ആക്ടിവേറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ. കുറച്ച് വ്യൂവർഷിപ്പ് കൂടുതൽ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് എനിക്ക് വേണ്ടി ചെയ്യുക. അതേപോലെ മെമ്പേഴ്സ് ഓൺലി ലൈവ് ഫ്രൈഡേ 11 o'clock. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബേഴ്സ് ലൈവ് അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച 2 പ്രാവശ്യം നമുക്ക് ചെയ്യാം കേട്ടോ. പ്രോമിസ്, അടുത്ത ആഴ്ച 2 പ്രാവശ്യം ഞാൻ വരുന്നതാണ് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ മെമ്പേഴ്സ് എല്ലാം കേട്ടല്ലോ അല്ലേ. അപ്പോൾ 11 o'clock നമുക്ക് കാണാം. നാളത്തെ വീഡിയോ ഞാൻ നോക്കട്ടെ, സമയം കിട്ടിയാൽ തീർച്ചയായിട്ടും ഒരു ഷോർട്സ് തീർച്ചയായിട്ടും ഇടും കേട്ടോ. ഇത് ലോങ് വീഡിയോ ഞാൻ സമയം പോലെ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അഥവാ ഇടാൻ സാധിച്ചില്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സമാധാനമായിരിക്കുക, ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുക. എല്ലാം നന്നായി തന്നെ കലാശിക്കും. ഓക്കെ, ദൈവം രക്ഷിക്കട്ടെ. ബൈ.